ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും പ്രഭാതവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുകയാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ ശാസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുന്നു. എന്താണ് ആ സാഹചര്യം? അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലരും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ, അരുത്, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി എന്നവിടെ കാണുവാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ വലിയവനായ ദൈവത്തെ ശാസിക്കുന്ന പത്രോസിനെ കാണാൻ കഴിയും. കാരണം ദൈവിക പദ്ധതികൾക്ക് വിരോധമായി ചലിക്കുന്ന പത്രോസിൻ്റെ വോയിസിനെയാണ് നമുക്കിവിടെ ശ്രദ്ധിപ്പാൻ കഴിയുന്നത്. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ മക്കളോട്, ദൈവദാസന്മാരോടായി പറയുക, ദൈവിക പദ്ധതിക്ക് വിരോധമായി ചലിക്കുന്ന ശബ്ദങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ ശാസിച്ച് ദൈവിക നിയോഗത്തിനു വേണ്ടി ഒരുങ്ങുന്നവരായി മാറണമെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിച്ചുയർത്തുകയാണ്. നമ്മുടെ ആത്മീയ യാത്രയിൽ നിരവധി പരീക്ഷണങ്ങൾക്ക് നാം വിധേയപ്പെടാറുണ്ട്. ഈ പരീക്ഷണങ്ങൾ മുഴുവനും ദൈവിക പദ്ധതികൾക്ക് വിരോധമായിട്ടാണ് ചലിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു 40 നാൾ ഉപസിച്ചപ്പോൾ തൻ്റെ പദ്ധതിക്ക് വിരോധമായി സാത്താൻ അടുത്തു വന്ന് പരീക്ഷിച്ചപ്പോൾ അതിന്മേൽ വിജയം വരിക്കാനിടയായി മാറി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വേളയിൽ ശുശ്രൂഷയ്ക്ക് വിഘ്നം തട്ടുന്ന നിലയിൽ പല പ്രസ്താവനകളും പരീശന്മാരും ശാസ്ത്രിമാരും കൊണ്ടുവന്നു. അവനെ മലയിൽ തള്ളിയിട്ട് കൊല്ലുവാൻ നോക്കി. അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ബെസിലിനെ കൊണ്ടാകുന്നു എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുന്ന മേഖലകളുണ്ടായി. അവനെ വിശ്വസിപ്പാൻ ഒരിക്കലും തയ്യാറായി മാറിയില്ല എന്ന് പറഞ്ഞ നിരവധി പരീക്ഷണങ്ങൾ തൻ്റെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ നേരിട്ടപ്പോൾ ദൈവം അതെല്ലാം നേരിട്ടത് ആത്മനിറവോടും ശക്തിയോടുമായിരുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. അതുകൊണ്ട് പരീക്ഷകളിൽ അകപ്പെടാതെ വേണം ഉണർന്നു പ്രാർത്ഥിക്കുകയും പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുക. പത്രോസിനെ പോലും പിശാച് കരത്തിലെടുത്തെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ പോലും പിശാച് കരത്തിലെടുത്ത് നമ്മുടെ ദൈവിക പദ്ധതിക്ക് വിരോധമായി ചലിപ്പിച്ചെന്നിരിക്കും. ഇന്ന് പകലിൽ ഞാൻ വളരെ സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നു, സ്നേഹത്തോടെ പലരും നമ്മളെ ശാസിച്ചെന്നിരിക്കും. പക്ഷേ ആ ശാസനകളൊന്നും ദൈവിക നിയോഗമായിരിക്കുകയില്ല എന്ന് നാം തിരിച്ചറിയുന്ന മേഖലയായിരിക്കണം. അതുകൊണ്ട് പത്രോസ് മാത്രം ധൈര്യം സംഭരിച്ച് കർത്താവിനെ വിളിച്ചു മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, നിനക്ക് ഒരിക്കലും അങ്ങനെ ഭവിക്കരുതെന്ന് പറയുന്നു. ദൈവവുമായുള്ള നമ്മുടെ ബന്ധം തുരങ്കം വയ്ക്കുവാൻ തക്ക തുണകളായി തന്നിരിക്കുന്ന ഭർത്താവിൽ കൂടിയോ, ഭാര്യയിൽ കൂടിയോ, മക്കളിൽ കൂടിയോ, അഭ്യുതകാംക്ഷയിൽ കൂടിയോ സാത്താൻ കടന്നു വരും. ഭൗതികമായ ക്ലേശങ്ങളെയും കഷ്ടങ്ങളെയും കാട്ടി നമ്മുടെ തീഷ്ണതയെ തണുപ്പിക്കുവാൻ കൂട്ടുവേലക്കാർ ശ്രമിക്കുമ്പോൾ പത്രോസിലൂടെ കർത്താവ് ഭയം സൃഷ്ടിച്ച് തോൽപ്പിക്കുവാൻ ഒരുമ്പിട്ട സാത്താന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കി കർത്താവിനെ പോലെ നാമും ആ പദ്ധതികളെ തോൽപ്പിക്കുന്നവരായി മാറണമെന്ന് ഇന്ന് പകലിൽ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് പ്രിയ സഹോദര, പ്രിയ സഹോദരി, കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചതുകൊണ്ട് നേരിടേണ്ടി വരുന്ന നഷ്ടങ്ങളും പരിഹാസങ്ങളും പീഡനങ്ങളും അനാരോഗ്യങ്ങളെല്ലാം വിവരിച്ച് സഹതാപ പ്രകടനങ്ങളായി കൂട്ടുവേലക്കാരും സ്നേഹിതരും കടന്നു വരുമ്പോൾ നീ നിരാശപ്പെടാറുണ്ടോ? നഷ്ടബോധങ്ങൾ സൃഷ്ടിച്ച് നിന്നെ നിരാശയിലാക്കാൻ ശ്രമിക്കുന്ന സാത്താനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമോ? ഇങ്ങനെയുള്ള ദുർബല നിമിഷങ്ങളിൽ കാരുണ്യവാനായ കർത്താവ് നിന്റെ സർവസ്വമാണെന്ന് പ്രഖ്യാപിച്ച് സ്തോത്രങ്ങൾ കരയറ്റി സാത്താന്റെ സകലവിധ സൂത്രങ്ങളിൽ നിന്നും തകർത്തു മുന്നേറുവാൻ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.